Karate, Meiro Martial Karate, Self-Defense YouTube and Facebook channel. Karate എന്ന മെയ്റോ മാർഷൽ കരാട്ടെ സെൽഫ് ഡിഫൻസ് ചാനലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫേസ്ബുക്കിലും യൂട്യൂബിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായി കരാട്ടെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് അതിന്റെ എക്സസൈസുകൾ ചെയ്യുന്നതെന്നാണ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചെയ്തത്. ജോയിന്റ് ആൻഡ് റൊട്ടേറ്റ് എക്സസൈസ് ആൻഡ് സ്ട്രെച്ചിങ് എക്സസൈസ് 3 പാർട്ട് ആൻഡ് അടുത്തത് നമുക്ക് സ്ട്രെങ്തിങ് എക്സസൈസ് എങ്ങനെയാണ് പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റാമിന ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള എക്സസൈസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്ത അതേ മോഡലുള്ള എക്സസൈസ് തന്നെയാണ് നമുക്ക് ഈ സ്ട്രെങ്തിങ് എക്സസൈസ് അഥവാ സ്റ്റാമിന ഉണ്ടാക്കാനുള്ള എക്സസൈസും ചെയ്യേണ്ടത്. അതിനപ്പുറമുള്ള പുഷപ്സ് പോലുള്ള അതോടൊപ്പം അഡം പോലുള്ള ചില എക്സസൈസും കൂടി നിങ്ങളുടെ മുമ്പിൽ എന്തായാലും ടെലികാസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് പുഷപ്സ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള പുഷപ്സ് ചെയ്താലാണ് നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. അതായത് നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് വരുന്നവഴി സ്വാഗതം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പുഷപ്സ് ചെയ്യുമ്പോൾ ബോഡി ലെവലാണ്. അപ്പൊ ആ പുഷപ്സ് ഓരോ മെത്തേഡിലുണ്ടാവും. ആദ്യം നമ്മൾ നേരെ ഷോൾഡർ മോഡൽ, അതുപോലെ നേരെ ഈ കൈ രണ്ടും ഷോൾഡർ നേരെ വെക്കുക, കാല് രണ്ടും ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ച് പരമാവധി കൈ മടങ്ങണം, താടി നിറയെ ടച്ച് ചെയ്യണം, ബോഡിയിൽ നിൽക്കണം. അഥവാ ബോഡി ഇരിക്കും താഴെ വെക്കരുത്. കാലിന്റെ ഫിംഗർ കൈയിന്റെ പത്തി ഇതിൽ നിൽക്കുക, നേരെ താഴെ പൊങ്ങുക. 1 2 1 2 3 4. ഇതെങ്ങനെയാണ് ബിഗിനറിൽ കുട്ടികൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഷോൾഡർ ലെവലാ നിൽക്കുക, കൈ മടങ്ങി നൂരണം, താടി തറയെ ടച്ച് ചെയ്യണം. ഇതേപോലെ ഡെയിലി ചെയ്താൽ നമുക്ക് പുഷപ്സ് ചെയ്യാൻ സാധിക്കും. 2 3 4 5 6 7 8 9 10. ഓക്കെ, നെക്സ്റ്റ് വൺ നെക്കൽ പുഷപ്സ് ആണ്. നേരത്തെ പ്ലെയിൻ പുഷപ്സ് ചെയ്തു, അതെല്ലാം ഈ ഷോൾഡറിന്റെ ഇവിടെ നമ്മൾ പഞ്ച് ചെയ്യുന്ന അതേ ഭാഗത്ത് ഇവിടെ നേരെയാണ് നേരത്തെ പുഷപ്സ് പോകേണ്ടത്. പിന്നെ അത് നെക്കൽ പുഷപ്സ് എങ്ങനെയാണ് നെക്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാറ്റിലോ അല്ലെങ്കിൽ തറയിലോ ചെയ്ത് നമ്മളെ പവർഫുൾ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അഥവാ കൈ ടൈറ്റ് ചെയ്തു, ഇത് നേരെ ജസ്റ്റ് കവർ ചെയ്ത് വെച്ചു, നേരത്തെ തന്നെ കാല് ജോയിൻ ചെയ്തു. സെയിം ആണ്. നേരെ മുമ്പോട്ട് വെക്കുക, താടിത്തറയെ ടച്ച് ചെയ്യാം. ഫുൾ 1 2 3 സ്ട്രെച്ച് ആവണം. നേരെ നോക്കുക, പുഷപ്സ് 1 2 3 4 5. ഇനി നെക്സ്റ്റ് വൺ ഫിംഗർ. ഇപ്പൊ നെക്കിൾ കഴിഞ്ഞു, പ്ലെയിൻ കഴിഞ്ഞു, ഇനി ഫിംഗർ പുഷപ്സ്. ഈ വിരല് നേരെ പിടിക്കുമ്പോൾ നോക്കണം തെന്നിപ്പോലെ. ആദ്യം കാല് മുട്ട് തറയെ വെച്ച് അവിടെ കൈ വെക്കുക. ഇവിടെ ഒന്ന് പുഷപ്സ് ചെയ്യാം 10 ടൈംസ്. ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കാല് നേരെ ആക്കാം. ഫുൾ വെയിറ്റ് നമ്മുടെ വിരല് കൊടുത്തു. ഇനി ഇവിടെ 1 2 3 4 5. പതുക്കെ ചെയ്ത് നമുക്ക് നമ്പേഴ്സ് കൂട്ടാൻ പറ്റും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. ചെയ്താൽ ഫിംഗർ നല്ല പവർഫുൾ ആയ സ്റ്റാമിനോട് കൂടി ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് നൈഫ് ഹാൻഡ് ബ്ലോക്ക്, ഓപ്പൺ ഹാൻഡ് ബ്ലോക്ക്, ഷൂട്ടോ ഒക്കെ എന്ന് പറയുന്നത്. നമ്മുടെ കൈയിന്റെ ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പവറിൽ ചെയ്യണമെങ്കിൽ അതിന് സ്റ്റാമിന ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് പുഷപ്സ് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. അഥവാ നേരെ കൈ ഇത് വെക്കുക, ഇവിടെ വെക്കുക, കാല് നേരത്തെ ചേർന്ന് വെക്കുക, പരമാവധി 1 2 3 4 5 1 2 3 4 5 6. ഇത് ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 15 ദിവസം നമുക്ക് എണ്ണം പതുക്കെ ചെയ്ത് നമുക്ക് കൂട്ടി മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ പവർ നമുക്ക് നൈഫ് ഹാൻഡ് ബ്ലോക്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ഹാൻഡ് ബ്ലോക്കിൽ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനിയുള്ളത് സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തിങ് എക്സസൈസ് ആണ്. മുമ്പ് ചെയ്തിട്ടുള്ള അതേ എക്സസൈസിന്റെ അതേ ഭാഗമാണ് ഈ പുഷപ്സ്. ഇതും നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവും, നല്ല സ്ട്രെച്ചബിൾ ആകും, അതോടൊപ്പം സ്റ്റാമിന ഉണ്ടാവും. സ്വിമ്മിങ് പുഷപ്സ് എന്നാണ്. അഥവാ നമ്മൾ സാധാരണ നേരത്തെ ചെയ്തപ്പോ കാല് നേരെ വെച്ചു, കാല് ചേർത്താണ് വെച്ചത്. ഇത് കാല് ഓപ്പൺ ആക്കുക, അതോടൊപ്പം കാല് പതിപ്പിച്ച് വെക്കണം. നമ്മുടെ സാധാരണ നിൽക്കുന്നത് പോലെ കാല് പതിപ്പിച്ച് വെക്കുക. എന്നിട്ട് കാല് നേരെ ബോഡി മുന്നോട്ട് പോയി ഫുൾ സ്ട്രെച്ചപ്പ് ആകും.
പിന്നെ അതേപോലെ റിവേഴ്സ് തിരിച്ചു വരിക. 1 1 and 2 1 and 2. നമ്മുടെ ബോഡി ഫുൾ പോവാ. അതേപോലെ ബാക്ക്. അപ്പൊ കാല് പതിയണം. വീണ്ടും 1 2. ആദ്യം ഇത് മാത്രം മതിയാവും. 1 2 3. നെക്സ്റ്റ് ടൈം അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതേപോലെ റിട്ടേൺ 1 2 3 and 4. ഇത് നമ്മളെ പറ്റുന്ന സമയത്തോളം ചെയ്ത് ഫ്ലെക്സിബിൾ ആക്കിയാൽ ബോഡി സ്ട്രെച്ചബിൾ ആവും, സ്റ്റാമിന കൂട്ടാനും സാധിക്കും. ഇനി നെക്സ്റ്റ് വൺ കൊക്കൻ എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഈ ഭാഗം നമ്മുടെ പുറം ഭാഗം കൊണ്ടുവന്ന് ഇതിലെ പവർ അഥവാ ചെയ്യുന്ന കൊക്കൻ എന്ന് പറയും. അതേപോലെ പലതും പല പേരിലാണ്. പക്ഷെ ഇവിടെ നമുക്ക് എങ്ങനെ സ്റ്റാമിന ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. അഥവാ അത് ഈ രണ്ട് പേരില് നമ്മള് ഈ പേരില് ഉണ്ടോ ചേർത്ത് ജോയിൻ പിടിക്കുക, ടൈറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ താഴെ വയ്ക്കുക. ഉണ്ടോ ഇത് താഴെ വെച്ച് നേരത്തെ പോലെ കാൽ വയ്ക്കുക. 1 2 3 4 5 6. ഇതും ഇതേപോലെ ഒരു 10 ടൈംസ് നമ്മൾ ചെയ്ത് ഫിനിഷ്. ഇത് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അഥവാ ഇങ്ങനെയും നമുക്ക് വയ്ക്കാം, വച്ചിട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നേരെ കൊക്കൻ, ഈ മോഡൽ അല്ലെങ്കിൽ ഈ മോഡൽ, ഈ രീതിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ സ്റ്റാമിന നമുക്ക് കൂട്ടിയെടുക്കാം. മെയ്റോ മാർഷൽ കരാട്ടെ ഡോ MM Karate YouTube and Facebook and Instagram self-defense channel.